الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى. وصلى الله وسلم وبارك على عبده ورسوله وعلى آله وأصحابه إلى يوم نلقاه. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹബത്തിനു വേണ്ടി അവിടുത്തെ അനുചരന്മാരായി തിരഞ്ഞെടുത്ത ആളുകളാണ് മഹാന്മാരായ സ്വഹാബികൾ. സ്വഹാബികളുടെ ശ്രേഷ്ഠതക്കായി ഈ ഒരു കാര്യം മാത്രം മതിയായതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവിടുത്തെ ദീനിനെ സഹായിക്കുന്നതിനു വേണ്ടി അവർ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് തന്നെ സ്വഹാബികളുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത അറിയിക്കുന്ന കാര്യമാണ്. അതിനു പുറമെ ഒരുപാട് ശ്രേഷ്ഠതകൾ മഹാന്മാരായ സ്വഹാബികൾക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്ഹാബി അമനതുൽ ലിഉമ്മതി ഫഇദാ ദഹബ അസ്ഹാബി അതാ ഉമ്മതി മാ തുഅദ്. എൻ്റെ സ്വഹാബികൾ ഈ ഉമ്മത്തിന്റെ കാവലാളുകളാണ്. എന്റെ സ്വഹാബികൾ പോയി കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടത് എന്താണോ അത് സംഭവിക്കും. സ്വഹാബികളെ സ്നേഹിക്കുക, അവരെ കൊണ്ട് അഭിമാനം കൊള്ളുക എന്നുള്ളത് നമ്മളുടെ മേൽ വളരെ നിർബന്ധമായ കാര്യമാണ്. ഹുബ്ബു സ്വഹാബതി കുല്ലിഹിം ലീ മദ്ഹബു. എല്ലാ സ്വഹാബികളെയും സ്നേഹിക്കുക എന്നുള്ളത് നമ്മളുടെ മേൽ നിർബന്ധമാണ്. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അഖീദയാണ്. സ്വഹാബികളെ സ്നേഹിക്കണമെങ്കിൽ സ്വഹാബികളോട് നമുക്ക് സ്നേഹമുണ്ടാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് സ്വഹാബികളുടെ ചരിത്രം, അവരുടെ ജീവിതം കേൾക്കുക, പഠിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഫഇന്നക മഅ മൻ അഹ്ബബ്ത. നാളെ പരലോകത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകളോടൊപ്പമായിരിക്കും ഉണ്ടാകുക. സ്വഹാബത്തിനോടൊപ്പം നാളെ പരലോകത്ത് സ്വർഗത്തിൽ നമുക്കാവാൻ ആഗ്രഹമുണ്ട് എങ്കിൽ സ്വഹാബികളെ നമ്മൾ സ്നേഹിക്കണം. സ്വഹാബികളെ സ്നേഹിക്കുന്ന ആളുകളാണ് എങ്കിൽ നാളെ പരലോകത്ത് നമ്മൾ ആരോടൊപ്പമായിരിക്കും? സ്വഹാബികളോടൊപ്പമായിരിക്കും. അവരോടുള്ള സ്നേഹം അത് ഉണ്ടാക്കുവാൻ, അത് നേടിയെടുക്കുവാൻ നമ്മളെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ ചരിത്രം കേൾക്കുക, പഠിക്കുക എന്നുള്ളത്. മഹാനായ മുഹമ്മദ് ഇബ്നു യൂനുസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, മാ റഅയ്തു അൻഫഅ ലിൽ ഖൽബി മിൻ ദിക്രി സാലിഹീൻ. സ്വാലിഹീങ്ങളെ കുറിച്ച് ഓർക്കുക എന്നുള്ളതിനേക്കാൾ ഹൃദയത്തിന് ഉപകാരമുള്ള മറ്റൊരു കാര്യവും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്ക് ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, അൽ ഹികായാതു അനിൽ ഉലമാഇ വമുജാലസതുഹും അഹബ്ബു ഇലയ്യ മിൻ കസീരിൻ മിനൽ ഫിഖ്. ധാരാളം അറിവുകൾ കരസ്ഥമാക്കുക, ഫിഖ് കരസ്ഥമാക്കുക എന്നുള്ളതിനേക്കാൾ എനിക്കിഷ്ടം സലഫുകളായ മുൻഗാമികളായ ആളുകളെ കുറിച്ചിട്ടുള്ള കഥകൾ, അവരുടെ ചരിത്രങ്ങൾ, അത് കേൾക്കുക എന്നുള്ളതാണ് എനിക്കിഷ്ടം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നഹ ആദാബുൽ ഖൗമി വ അഖ്ലാഖുഹും, അതിലാണ് നമ്മളുടെ മര്യാദയും അതിലാണ് നമ്മളുടെ സ്വഭാവവും എല്ലാം ഉള്ളത് എന്നാണ്. ഈ ദീൻ എങ്ങനെയാണ് സ്വഹാബികൾ പ്രാവർത്തികമാക്കി നമുക്ക് കാണിച്ചു തന്നത് എന്നതിനുള്ള വ്യക്തമായ കാര്യം സ്വഹാബികളുടെ ജീവിത ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ സ്വഹാബികളുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ അത് കേവല കഥകളല്ല, മറിച്ച് നമ്മളെ ദീനാണ്. അതിൽ നമ്മുടെ അഖീദയുണ്ട്,
നമ്മുടെ സ്വഭാവം നേരെയാക്കാനുള്ള കാര്യങ്ങളുണ്ട്, മൻഹജുണ്ട്. എല്ലാ കാര്യങ്ങളും സ്വഹാബികളുടെ ചരിത്രത്തിലുണ്ട്. സ്വഹാബികളുടെ ചരിത്രം അത് നമ്മളുടെ ദീനാണ്. സ്വഹാബികളുടെ ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചരിത്രമാണ്. സ്വഹാബികളുടെ ചരിത്രം പഠിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നതിന്റെ ഒരു ഭാഗം തന്നെയാണ്. മാത്രല്ല നമുക്കറിയാം സ്വഹാബികളുടെ ചരിത്രത്തിലൂടെ നമ്മുടെ ഈമാനിന് വളരെ വലിയ വർധനവുണ്ടാകും. അത് പഠിക്കുന്നതിലൂടെ, അത് കേൾക്കുന്നതിലൂടെ നമ്മുടെ ഈമാനിന് ഒരു ശക്തി ലഭിക്കും. അതുപോലെ തന്നെ ദീനിൽ സ്ഥൈര്യം ലഭിക്കും. ഇതെല്ലാം പണ്ഡിതന്മാർ സ്വഹാബികളുടെ ചരിത്രം കേൾക്കുന്നതിന്റെ ഫായിദയായി നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. ഇന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നിന്ന് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. മഹാന്മാരായ സലഫുകൾ അവർ പറഞ്ഞതായി കാണും, കുന്നാ നുഅല്ലിമു സുബ്യാനന ഹുബ്ബ അബീ ബക്രിൻ വഉമറ കമാ നുഅല്ലിമു സൂറത മിനൽ ഖുർആൻ. അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരെയും സ്നേഹിക്കാൻ ഞങ്ങളുടെ കുട്ടികളെ വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ ഞങ്ങൾ പഠിപ്പിച്ചിരുന്നു എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലീഫത്തു റസൂലില്ലാഹ് എന്നറിയപ്പെട്ട സ്വഹാബിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലീഫത്തു റസൂലില്ലാഹ് എന്നറിയപ്പെട്ട സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. എന്താ ബന്ധം? ആർക്കറിയാം? അറിയപ്പെട്ട ബന്ധമാണ്. അയ്യോ അഹ്സൻത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മോശനാണ് ആര്? ഭാര്യയുടെ പിതാവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലേ? ആയിഷ റളിയല്ലാഹു അൻഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. അപ്പൊ ആ നിലക്ക് ആയിഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ പിതാവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹദീസുകളിൽ വന്നതായി കാണാം, പ്രവാചകന്മാർക്ക് ശേഷം ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠത ഉള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. അഫ്ദലുൽ ഉമ്മത്തി ബഅദ നബിയില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠത ഉള്ളത് ആർക്കാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പ്രധാനപ്പെട്ട ഒരു അഖീദയിൽപ്പെട്ട കാര്യമാണ്. വലികുല്ലിഹിം ഖദ്റുൻ അലാ വഫദായിലു ലാകിന്നമ സിദ്ദീഖു മിൻഹും അഫ്ദലു. സ്വഹാബികൾക്ക് എല്ലാവർക്കും ശ്രേഷ്ഠതയുണ്ട്, അവർക്ക് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്. പക്ഷേ അസ്സിദ്ദീഖു മിൻഹും അഫ്ദലു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ. ഇത് മക്കയിലെ മുശ്രിക്കുകൾക്ക് വരെ അറിയാവുന്ന കാര്യമായിരുന്നു. സ്വഹാബികളുടെ കൂട്ടത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത ഉള്ളതെന്ന് ചോദിച്ചാൽ ആർക്കാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ശ്രേഷ്ഠതയുള്ള മറ്റൊരു സ്വഹാബിയുമില്ല. എല്ലാ സ്വഹാബികൾക്കും മൊത്തത്തിൽ ശ്രേഷ്ഠതയുണ്ട്. പക്ഷേ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠത ഉള്ളത് ആർക്കാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. ഇത് മക്കയിലെ മുശ്രിക്കുകൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ്. സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല അറിവുള്ളയാളായിരുന്നു അബൂബക്കർ സിദ്ദീഖ്. സ്വഹാബികൾ പറയാറുണ്ടായിരുന്നു, അബൂബക്കറിൻ അഅലമുന, ഞങ്ങളുടെ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളത് എന്ന് സ്വഹാബികൾ പറയാറുണ്ടായിരുന്നു. അതിനൊരു പ്രത്യേക ഒരു പശ്ചാത്തലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഗ്രഹിക്കുന്ന വിഷയത്തിൽ നല്ല ഒരു കഴിവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ഖുതുബ പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന ദുനിയ വബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക്
ദുനിയാവും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കലുള്ളതും തെരഞ്ഞെടുക്കാനുള്ള അവസരം നൽകി. ആ അടിമ അള്ളാഹുവിന്റെ അടുക്കലുള്ളതിനെ തെരഞ്ഞെടുത്തു. ഇത് കേട്ടപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. സ്വഹാബികളൊക്കെ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, എന്തിനാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞത്? അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടുക്കലുള്ളത് തെരഞ്ഞെടുത്ത ഒരു അടിമയെ കുറിച്ച് പറഞ്ഞതല്ലേ, എന്തിനാണ് ഇപ്പൊ ഇതിൽ കരയാൻ മാത്രം? യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ അറിയിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞത്. അതിനുശേഷം സ്വഹാബികൾ പറയാറുണ്ടായിരുന്നു, അബൂബക്രിൻ അഅലമുന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ളയാൾ അബൂബക്കറായിരുന്നു. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വഹാബികളുടെ സയ്യിദായി അറിയപ്പെട്ടിരുന്നു. ഇല്ലേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇടക്കിടക്ക് പറയാറുണ്ടായിരുന്നത്, അബൂബക്രിൻ സയ്യിദുന വ അഅതഖ സയ്യിദന. ഒരു പ്രാവശ്യമല്ലേ, ഇടക്കിടക്ക് പറയാറുണ്ടായിരുന്നു, അബൂബക്കർ ഞങ്ങളുടെ സയ്യിദാണ്, ഞങ്ങളുടെ സയ്യിദായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചവരും കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏറ്റവും ആദ്യം വിശ്വസിച്ച പുരുഷന്മാരുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏറ്റവും ആദ്യം വിശ്വസിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ജാഹിലിയ്യത്തിൽ തന്നെ ഖുറൈശികളുടെ നേതാവായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അവരുടെ കൂട്ടത്തിൽ നല്ല പദവിയും അതുപോലെ തന്നെ നല്ല സ്ഥാനവുമുള്ള ആളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സമൂഹത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള, എല്ലാവരുമായി ഇണങ്ങുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഖുറൈശികൾക്കിടയിൽ ഖുറൈശികളുടെ അറബികളുടെ പരമ്പരയെ കുറിച്ച് ഏറ്റവും ഇൽമുള്ളത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനായിരുന്നു എന്നാണ്. കാന അഅലമു ഖുറൈശിൻ ബിഅൻസാബിഹ, ഖുറൈശികളുടെ അറബികളുടെ അൻസാബ്, അവരുടെ കുടുംബ പരമ്പരകളെ പറ്റി ഏറ്റവും നന്നായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അറിയായിരുന്നു. ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ഇവന്റെ കുടുംബ പരമ്പര ഏതാണ്, ഇവന്റെ വല്ലിപ്പമാരെ ആരാണ്, അവരെവിടെയാണ് താമസിച്ചിരുന്നത്, അവർ എന്ത് ജോലി എടുത്തിട്ടാണ് ജീവിച്ചിരുന്നത്, ഇങ്ങനെ അറബികളുടെ നസബിനെ കുറിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് നല്ല വിവരം ഉണ്ടായിരുന്നു. ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരു സ്വഹാബിയാണ് അദ്ദേഹം. ما طلعت الشمس ولا غربت بعد النبيين والمرسلين خير من أبي بكر. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ശ്രേഷ്ഠതയുള്ള പ്രവാചകന്മാർക്ക് ശേഷം ഒരു വ്യക്തിയുടെ മേലും സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്തിട്ടില്ല. ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ കഴിഞ്ഞാൽ ശ്രേഷ്ഠതയുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, മഹാസൽ ഫദ്ല അഹദുൻ കമാ ഹാസ അബൂബക്കർ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ശ്രേഷ്ഠതകൾ നേടിയെടുത്തതുപോലെ, ശ്രേഷ്ഠതകൾ കരസ്ഥമാക്കിയതുപോലെ ഒരാളും അത്രത്തോളം ശ്രേഷ്ഠതകൾ കരസ്ഥമാക്കിയിട്ടില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് അബൂബക്കർ എന്നാണ് നമ്മൾ പറയാറ്. യഥാർത്ഥത്തിൽ അബൂബക്കർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ പേരല്ല, കുനിയത്തുമല്ല. അദ്ദേഹത്തിന് ഖുറൈശികൾ നൽകിയൊരു വിളിപ്പേരാണ് അബൂബക്കർ എന്നുള്ളത്. കുനിയത്തല്ല എന്ന് പറയാൻ കാരണം ബക്കർ എന്ന പേരിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഒരു മകനുള്ളതായിട്ട് എവിടെയില്ല. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ധൈര്യവും സാമർത്ഥ്യവും കൊണ്ട് ഖുറൈശികൾ ജാഹിലിയ്യത്തിലിട്ട വിളിപ്പേരായിരുന്നു അബൂബക്കർ. അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിൽ പേര് അബ്ദുള്ള എന്നാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബി ഖുഹാഫ, ഇതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിൽ പേര്. ജാഹിലിയ്യത്തിൽ അദ്ദേഹത്തിന് അൽ അതീഖ് എന്നൊരു വിളിപ്പേരുണ്ടായിരുന്നു. അത് പിന്നീട് ഇസ്ലാം കടന്നു വന്നപ്പോൾ, ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ആ അൽ അതീഖ് എന്ന വിളിപ്പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മേൽ സ്ഥിരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അബ്ദുള്ളയാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം, യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ യഥാർത്ഥ അർത്ഥത്തിലുള്ള ഒരു അടിമയായിരുന്നു അദ്ദേഹം. അള്ളാഹുവിന് ഏറ്റവും ഭംഗിയായി, ഏറ്റവും നല്ല രൂപത്തിൽ അദ്ദേഹം ഇബാദത്ത് ചെയ്തു. അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടി അദ്ദേഹത്തിന്റെ സമ്പാദ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ മുഴുവൻ ചെലവഴിച്ചു. അദ്ദേഹത്തിന്റെ ആയുസ് മുഴുവൻ ദീനിനു വേണ്ടി ത്യജിച്ചു. അദ്ദേഹത്തിന്റെ പേര് പോലെ തന്നെ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു അബുദായിരുന്നു.
കാന ഹഖ്ഖൻ അബ്ദൻ ലില്ലാഹ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹം പറഞ്ഞതായി അവര് പറഞ്ഞതായി കാണാം, നളറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈഹി വഖാല ഹാദാ അതീഖുല്ലാഹി മിനൻ നാർ. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുകയും എന്നിട്ട് ഇപ്രകാരം പറയുകയും ചെയ്തു, ഹാദാ അതീഖുല്ലാഹി മിനൻ നാർ, അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ച അല്ലാഹുവിന്റെ അതീഖാണ് അബൂബക്കർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടത് അസ്സിദ്ദീഖ് എന്ന പേരിലാണ്. ധാരാളമായി അള്ളാഹുവിന്റെ റസൂലിനെ സത്യപ്പെടുത്തി ഏത് കാര്യം വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യത്തിൽ ഒരു സംശയമോ ഒരു ചാഞ്ചാട്ടമോ ഇല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും ചെയ്തതുകൊണ്ട് സിദ്ദീഖ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. വസദ്ദഖഹു വആമന ബിഹി ഇദ് കദ്ദബ ബിഹി الناس. ജനങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തുകയും അവിടുത്തെ വിശ്വസിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അബൂ ഖുഹാഫയാണ്. അബൂ ഖുഹാഫ മുസ്ലിം ആയിട്ടുണ്ട്. ഇസ്ലാമിന്റെ ഏറ്റവും ഫത്ഹു മക്ക ആ കാലഘട്ടത്തിലാണ് അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിക്കുന്നത്. താടിരോമങ്ങളും മുടിയുമെല്ലാം നരബാധിച്ച രീതിയിൽ മക്കം ഫതഹിന്റെ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പാന്റെ കൈപിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കൊണ്ടുവരിക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തിനാണ് അദ്ദേഹത്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്ന്? ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ നരകൾ ബാധിച്ച ആ താടിയും മുടിയും കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താടിക്ക് കറുപ്പല്ലാത്ത നിറം കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ ഫത്ഹു മക്കയുടെ സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അബൂ ഖുഹാഫ മുസ്ലിം ആയിട്ടുണ്ട്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ മുസ്ലിമാണ്, ഉമ്മയും മുസ്ലിമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പരാതി പറഞ്ഞു, ഉമ്മ മുസ്ലിം ആയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ ഉമ്മ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്നാണ്. അപ്പൊ നോക്കൂ, ഉമ്മ മുസ്ലിമാണ്, വാപ്പ മുസ്ലിമാണ്, മക്കളെല്ലാവരും മുസ്ലിമീങ്ങളാണ്. അവരെല്ലാവരും സ്വഹാബികൾ കൂടിയാണ്. ഇങ്ങനൊരു അവസ്ഥ മുഹാജിറുകളായ സ്വഹാബികൾ ആർക്കില്ല. വാപ്പയും ഉമ്മയും കുടുംബം മൊത്തം സ്വഹാബികളാകുന്നൊരു ഭാഗ്യം, ഒരു സൗഭാഗ്യം, ഒരു ശ്രേഷ്ഠത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനല്ലാതെ ലഭിച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം, മാ അസ്ലമ അബൂ അഹദിൻ മിനൽ മുഹാജിരീന ഇല്ല അബൂബക്കർ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അല്ലാതെ ഒരു മുഹാജിറിന്റെയും വാപ്പ മുസ്ലിം ആയിട്ടില്ല. അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ മുസ്ലിമീങ്ങളാണ്, അവരെല്ലാം സ്വഹാബികളാണ്, വലിയ ശ്രേഷ്ഠതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുറൈശി കൂടിയാണ്, ഖുറൈശിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വീട് തീർത്തും ഇൽമിന്റെയും ഈമാനിന്റെയും ദീനിന്റെയും അടിസ്ഥാനത്തിൽ വളരുന്നൊരു വീടായിരുന്നു. ഇത്തരത്തിൽ ദീനീയായ അന്തരീക്ഷമുള്ള നല്ലൊരു വീടായിരുന്നു എന്നാണ്. ആ വീട്ടിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹബീബത്തായ അവിടുത്തെ പ്രിയ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ പുറത്തിറങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിദ്ദീഖ് എന്നൊരു പദവി, ഒരു വിളിപ്പേര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലഭിക്കപ്പെടാൻ കാരണമായി നമ്മൾ പറഞ്ഞത്, അദ്ദേഹം ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തസ്ദീഖ് ചെയ്യും. അവിടുന്ന് എന്ത് പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തും. മറിച്ചൊരു ചിന്ത അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകൂല. അതിനൊരുപാട് ഉദാഹരണങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രാ മിഅറാജിന്റെ സന്ദർഭം ഖുറൈശികൾ വലിയ ഒരു വിവാദമാക്കിയത്.
അല്ലെങ്കിലേ ഖുറൈശികൾ പറയുന്നത് മുഹമ്മദ് മജ്നൂനാണ്, ഭ്രാന്തനാണ്, കള്ളനാണ്, സാഹിറാണ് എന്നൊക്കെ പറഞ്ഞെടുക്കണം. അതിനിടയിലാണ് ഇസ്രാ മിഅ്റാജ് സംഭവിക്കുന്നത്. അറബികൾ 1-2 മാസത്തിൽ കൂടുതൽ യാത്ര ചെയ്തിട്ടാണ് മക്കയിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് പോകാറ്. ഖുറൈശികൾ പറഞ്ഞു, മുഹമ്മദ് ഇപ്പോൾ വന്ന് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ ഒരൊറ്റ രാത്രി കൊണ്ട് മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി, അവിടുന്ന് 7ാം ആകാശത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. സ്വഹാബികൾക്കിടയിൽ വളരെയധികം ഈ കാര്യം പ്രചരിച്ചു. സ്വഹാബികൾക്ക് പലർക്കും ഇതിനെ എങ്ങനെ നേരിടണമെന്ന് അറിയാതായിപ്പോയി. അങ്ങനെ അവർ പരിഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു, നിന്റെ സാഹിബ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവഖാല ദാലിക്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ലഇൻ ഖാല ദാലിക ലഖദ് സദഖ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് സത്യമായിരിക്കും. ഖുറൈശികൾ ഭയങ്കരമായിട്ട് ആക്രോശിച്ചു. എന്താണ് ഈ പറയുന്നത്? ഇതൊന്നും ഈ സത്യപ്പെടുത്താം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? ഇന്നാ നുസദ്ദിഖുഹു ഫിൽ ഖബരി യഅതീഹി മിനസ് സമാ അഫലാ നുസദ്ദിഖുഹു ഫീമാ ദൂന ദാലിക്. ഇതിനേക്കാൾ വലിയ കാര്യം ഞങ്ങൾ സത്യപ്പെടുത്തുന്നുണ്ട്. ആകാശത്ത് നിന്ന്, 7ാം ആകാശത്ത് നിന്ന്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ജിബ്രീലിലൂടെ വഹി ലഭിക്കുന്നു എന്നത് ഞങ്ങൾ സത്യപ്പെടുത്തുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇനി താഴെയല്ലേ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ മനോഹരമായി അവിടെ ഇടപെട്ടു എന്നുള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും കൂടി എന്ത് ചെയ്തു? ഉഹദ് മലയിൽ കയറി. ഉഹദ് മലയിൽ കയറിയപ്പോൾ ഉഹദ് ഒന്ന് ഇളകി എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്ബുത് ഉഹദു ഫഇന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ. ഉഹദ് ഉറച്ചു നിൽക്കുക, നിന്റെ മേൽ ഇപ്പോൾ ഒരു നബിയും ഒരു സിദ്ദീഖും 2 ഷഹീദുമാരുമാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ്. ഷഹീദാൻ എന്ന് പറഞ്ഞാൽ ഉമറും ഉസ്മാനും റളിയല്ലാഹു അൻഹും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന വിശേഷണം നൽകിയ ഒരു സന്ദർഭമാണ്. അതുപോലെ തന്നെ ഒരിക്കല് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അവർ തമ്മിൽ ചെറിയൊരു വിഷയത്തിൽ ചെറിയൊരു വഴക്കുണ്ടായി. ആ വഴക്കിനിടയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മോശമായി പെരുമാറി. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു അബദ്ധം സംഭവിച്ചതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ വീട്ടിൽ കയറിപ്പോയി വാതിലടച്ചു. തെറ്റ് ബോധ്യപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ ഉമറിന്റെ അരികിലേക്ക് പോയി. പൊരുത്തപ്പെടിക്കാൻ വേണ്ടി, പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി, ക്ഷമ ചോദിക്കാൻ വേണ്ടി. ഉമർ റളിയല്ലാഹു അൻഹു വാതിൽ തുറന്നില്ല. അങ്ങനെ സ്വഹാബികളെല്ലാം കൂടിയിരിക്കുമ്പോൾ ഇദ് അഖ്ബല അബൂബക്കർ ആഖിദൻ ബിതറഫി സൗബിഹി ഹത്താ അബ്ദാ അൻ റുക്ബതിഹി. സ്വഹാബികളെല്ലാം കൂടി ഇരിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുണ്ട് കയറ്റി പിടിച്ച് അദ്ദേഹത്തിന്റെ മുട്ട് കാണുന്ന രൂപത്തിൽ ബേജാറായി ഓടി വരിക. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞു, അമ്മാ സാഹിബുക്കും ഫഖദ് ഗാമർ. ഞങ്ങളുടെ കൂട്ടുകാരൻ അബൂബക്കറിന് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുള്ള വരവാണിത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലിരുന്നു, കാര്യം പറഞ്ഞു. ഉമറിന്റെ അരികിലേക്ക് പോയി. പക്ഷെ ഉമർ പൊരുത്തപ്പെട്ട് തരുന്നില്ല. ഉമർ പുറത്തേക്ക് വരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ കൈകൾ ഉയർത്തി പറഞ്ഞു, യഗ്ഫിറുല്ലാഹു ലക യാ അബാ ബക്രിൻ, യഗ്ഫിറുല്ലാഹു ലക യാ അബാ ബക്രിൻ, യഗ്ഫിറുല്ലാഹു ലക യാ അബാ ബക്രിൻ. അബൂബക്കർ, താങ്കൾക്ക് അല്ലാഹു പുറത്തു തരട്ടെ. 3 തവണ അദ്ദേഹം പ്രാർത്ഥിച്ചു.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അപ്പോൾ മനസ്സിലൊരു വിഷമം തോന്നി. അദ്ദേഹം വീട്ടിൽ പുറത്തു വന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ നോക്കിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇല്ല. അപ്പൊ മനസ്സിലായി കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലായി. നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെല്ലാണ്. അബൂബക്കർ തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ മാറിയിട്ടുണ്ട് എന്ന് കണ്ടപ്പോൾ അബൂബക്കറിന് തന്നെ മനസ്സിലായി, ഇത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പറഞ്ഞത് പ്രശ്നമായിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് സങ്കടമായിട്ടുണ്ട് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് തോന്നി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ മുട്ടിലിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം കൊടുത്തില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാനാണ് തെറ്റ് ചെയ്തത്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ഞാനാണ് തെറ്റ് പ്രവർത്തിച്ചത്. ഉമറിന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞു, ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും ഫഖുൽതും കദബ്ത. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നിങ്ങളിലേക്ക് നിയോഗിച്ചപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞു മുഹമ്മദ് പറഞ്ഞത് കളവാണ്. പക്ഷേ ഫഖാല അബൂബക്രിൻ സദഖത, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് താങ്കൾ സത്യം പറഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. വവാസാനി ബിനഫ്സിഹി വമാലിഹി, ഒരാളും സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും പിന്തുണക്കാത്ത കാലഘട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും എനിക്ക് പിന്തുണ നൽകി. ഫഹൽ അൻതും താരികൂ ലി സാഹിബി, അപ്പൊ എനിക്ക് വേണ്ടി എന്റെ കൂട്ടുകാരൻ നിങ്ങൾ വെറുതെ വിടില്ലേ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തെ കുറിച്ച് സഹാബികളോട് പറഞ്ഞു എന്നാണ്. ഫഹൽ അൻതും താരികൂ ലി സാഹിബി, നിങ്ങൾ എനിക്ക് വേണ്ടി എന്റെ കൂട്ടുകാരനെ വെറുതെ വിടുകയില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പ്രാവശ്യം ചോദിച്ചു എന്നാണ്. ഇതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും ഉപദ്രവിക്കപ്പെട്ടിട്ടില്ല എന്നാണ് സ്വഹാബികൾ പറയുന്നത്. അദ്ദേഹം ഏറ്റവും ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ വലിയൊരു ഫضലാണ്. അദ്ദേഹത്തിന് മറ്റു സ്വഹാബികളിൽ നിന്ന് പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏറ്റവും ആദ്യം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറഞ്ഞതായി കാണാം, മാ ദഅഉതു അഹദൻ ഇലൽ ഇസ്ലാം ഇല്ലാ കാനത് ഇൻദഹു കബവത്തുൻ വനദറുൻ വതറദ്ദുദുൻ. ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു നോക്കി, പക്ഷെ അവരുടെ അടുക്കലൊക്കെ ഒരു സംശയവും ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഒരു വൈമനസ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇല്ലാ മാ കാന മിൻ അബീ ബക്ർ ഇബ്നു അബീ ഖുഹാഫ ഹീന ദകർതുഹു വമാ തറദ്ദദ ഫീഹി. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ എനിക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനോട് ഇസ്ലാം ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു സംശയവും പ്രകടിപ്പിക്കാതെ ഒരു വൈമനസ്യവും ഇല്ലാതെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. ഒരു സംശയവും അദ്ദേഹത്തിനുണ്ടായില്ല എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈമാൻ എവിടെയും തുറന്നു പ്രഖ്യാപിക്കാനുള്ള ഒരു ധൈര്യം, ഇസ്ലാം കൊണ്ട് അദ്ദേഹം ഇസ്സത്തിലായി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഈമാൻ എവിടെയും തുറന്ന് പ്രഖ്യാപിക്കാൻ അദ്ദേഹം തയ്യാറായി. ആ ഇസ്ലാമിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരാളെയും പേടിച്ചില്ല. ആ ഇസ്ലാമിൽ അദ്ദേഹം ഇസ്സത്തിലായി. ആദ്യ കാലഘട്ടങ്ങളിൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, ആദ്യ കാലഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 5-6 ആളുകൾ മാത്രമാണുള്ളത്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുറൈശികൾ അബൂ ത്വാലിബിനെ ഭയന്ന് ഉപദ്രവിക്കാതെ വിട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം പരസ്യമാക്കി. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സമൂഹത്തിൽ ഉണ്ടായിരുന്ന സ്ഥാനം, അതുകൊണ്ട് ഖുറൈശികൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വെറുതെ വിട്ടു എന്നാണ്. അബൂബക്കർ റളിയല്ലാഹു നിരന്തരം ഇസ്ലാമിലേക്ക് ആളുകൾ ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. ഇസ്ലാം അത് പരസ്യമാക്കിക്കൊണ്ടേയിരുന്നു.
ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ലമ്മ ബുതുലിയൽ മുസ്ലിമൂന ബിമക്കത ഖറജ അബൂബക്കർ മുഹാജിറൻ. മക്കയിൽ ഒരുപാട് പ്രയാസം കൂടിയപ്പോൾ, മുസ്ലിമീങ്ങൾക്ക് വളരെയധികം പീഡനങ്ങൾ വർദ്ധിച്ചു വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജറ ചെയ്തു പോയി. ഹിജറക്ക് വേണ്ടി ഒരുങ്ങി. അപ്പോൾ ഫലഖിയഹു ഇബ്നുദ്ദഖിന, ഇബ്നുദ്ദഖിന എന്ന ഖുറൈശികളുടെ നേതാവായ ഒരു വ്യക്തി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം ചോദിച്ചു എന്നാണ്, എവിടേക്കാണ് പോക്ക്, എങ്ങോട്ടാണ് പോക്ക്? അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, എന്റെ സമൂഹം, എന്റെ നാട്ടുകാർ ദീൻ സ്വീകരിച്ചതിന്റെ പേരിൽ എന്നെ പീഡിപ്പിക്കാം. ഞാൻ അള്ളാഹുവിന്റെ ഭൂമി, അതിൽ സഞ്ചരിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നുദ്ദഖിന എന്ന് അദ്ദേഹം പറഞ്ഞു, ഫഇന്നക മിസ്ലക ലാ യഖ്റുജു വലാ യുഖ്റജ് ഫഅന ലക ജാറുൻ ഫർജിഅ വഅബ്ദു റബ്ബക ബിബലദിക ഫറജഅ. അങ്ങനെ താങ്കളെ പോലെ സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആളുകൾ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. താങ്കളെ ജനങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കാനും പാടില്ല. അതുകൊണ്ട് താങ്കൾക്ക് ഞാൻ അഭയം നൽകാം. ഒരു ജിവാറിന്റെ ഒരു പാരമ്പര്യം, ജിവാറിന്റെ ഒരു അവസ്ഥ അന്ന് ഖുറൈശികൾക്കിടയിലുണ്ട്. ഒരാൾക്ക് അഭയം നൽകി കഴിഞ്ഞാൽ പിന്നെ അയാളെ ഒരാളും ഉപദ്രവിക്കൂല. അങ്ങനെ അബൂബക്കറിന് ഞാൻ അഭയം നൽകാം എന്ന് ഇബ്നുദ്ദഖിന പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ കാര്യം സ്വീകരിക്കുകയും തിരിച്ച് മക്കയിലേക്ക് വരികയും ഇബ്നുദ്ദഖിനയുടെ സംരക്ഷണത്തിൽ, അദ്ദേഹത്തിന്റെ ജിവാറിൽ, അദ്ദേഹത്തിന്റെ കരാറിൽ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞു. ഇബ്നുദ്ദഖിന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഏറ്റെടുത്തു, അദ്ദേഹത്തിന് സംരക്ഷണം നൽകാമെന്ന് ഏറ്റെടുത്തു എന്ന് ഖുറൈശികളിലെ മറ്റുള്ള ആളുകൾ അറിഞ്ഞപ്പോൾ ഖുറൈശിലെ ചില ആളുകൾ പറഞ്ഞു, ഖുറൈശുൻ മുർ അബാ ബക്രിൻ ഫല്യഅബ്ദു റബ്ബഹു ഫീ ദാരി. അബൂബക്കറിനോട് വീട്ടിലിരുന്ന് മാത്രം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ കൽപ്പിക്കുക. വലാ യുദീനാ ബിദാലിക്. അബൂബക്കറിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അബൂബക്കർ എന്ത് ചെയ്യും? ഇസ്ലാം പരസ്യമാക്കും, ആളുകൾ പ്രബോധനം ചെയ്യും. അത് പാടില്ല, അത് ഞങ്ങൾക്ക് ശല്യം ഉണ്ടാകും. വലാ യസ്തഅലിൻ ബിഹി. അവന്റെ ഇസ്ലാം അവൻ പരസ്യമാക്കാൻ പാടില്ല. ഫഇന്നാ നഖ്ശ അയഫ്തിന നിസാഅന വഅബ്നാഅന. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങി പ്രബോധനം ചെയ്തു തുടങ്ങിയാൽ ആ പ്രബോധനം കൊണ്ട് ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ ഭാര്യമാരും ഫിത്നയിലാകുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഇബാദത്തൊക്കെ വീട്ടിന്റെ ഉള്ളിൽ, പുറത്തേക്ക് പാടില്ല എന്ന് അബൂബക്കറിനോട് പറയാൻ വേണ്ടി ഇബ്നുദ്ദഖിനയോട് ഖുറൈശികൾ എന്ത് ചെയ്തു പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? കുറെ കാലം അദ്ദേഹത്തിന്റെ വീട്ടിനുള്ളിൽ ഇരുന്ന് തന്നെ ഇബാദത്തുകൾ ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് തോന്നി പുറത്തൊരു ടെന്റ് കെട്ടി അവിടെ ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കാം, അവിടെ നിസ്കാരവും ഖുർആൻ പാരായണവുമായി മുന്നോട്ട് പോകാം എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ഒരു ടെന്റ് കെട്ടി അവിടെ ഇബാദത്തുകൾ ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ പരസ്യമായ ഇസ്ലാമിലേക്കുള്ള പ്രബോധനത്തിനേക്കാൾ കൂടുതൽ ഖുറൈശികളെ ആകർഷിച്ചിരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ പാരായണമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ടെന്റ് കെട്ടി അവിടെ നിസ്കാരം ആരംഭിച്ച് ഖുർആൻ പാരായണം തുടങ്ങിയപ്പോൾ ഖുറൈശികളുടെ സ്ത്രീകളും മക്കളും ഒക്കെ അത്ഭുതത്തോടു കൂടി നോക്കിക്കാൻ തുടങ്ങി. അവരെല്ലാരും അത് ശ്രദ്ധിക്കാനും അവർക്ക് ചില ചാഞ്ചാട്ടങ്ങളും ഖുർആനുമായുള്ള സ്വാധീനങ്ങളും ഉണ്ടാകാൻ തുടങ്ങി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആകട്ടെ ഖുർആൻ പാരായണം ചെയ്താൽ കരച്ചിൽ നിയന്ത്രിക്കാൻ സാധിക്കാനാകാത്തൊരു വ്യക്തിയാണ്. ഇതൊക്കെ ഖുറൈശികളുടെ സ്ത്രീകളും മക്കളും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവർക്കിടയിൽ ഖുർആനിന്റെ ചില സ്വാധീനങ്ങൾ ഉണ്ടായി. അങ്ങനെ ഖുറൈശികളുടെ നേതാക്കൾ ഇബ്നുദ്ദഖിനയോട് പോയി പറഞ്ഞു, ഇങ്ങനെ തന്നെ പ്രശ്നങ്ങളുണ്ട്, അബൂബക്കറിന് ഖുർആൻ ഓതുന്നത് കൊണ്ട് ഇവിടെ ഫിത്ന ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്നുദ്ദഖിന ചെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ നിന്റെ ഈ പരിപാടി അവസാനിപ്പിക്കണം, എന്നിട്ട് എന്റെ വീട്ടിൽ അതിന്റെ ഉള്ളിൽ മാത്രം ഇബാദത്തുകൾ ചെയ്തൊതുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോകണം. അതല്ല എങ്കിൽ എന്റെ കാവലിൽ നിന്ന്, എന്റെ സംരക്ഷണത്തിൽ നിന്ന്, ആ കരാറിൽ നിന്ന് താങ്കൾ പുറത്തു കിടക്കണം.
കാരണം ഖുറൈശികൾ എന്റെ കീഴിലുള്ള ഒരാളെ പറ്റി ഇങ്ങനെ കൂടുതൽ പറഞ്ഞു നടക്കുക എന്നുള്ളത് എനിക്ക് പ്രയാസമുണ്ട്. അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ കേൾക്കുക, അതല്ലെങ്കിൽ എന്റെ ജിവാറിൽ നിന്ന്, സംരക്ഷണത്തിൽ നിന്ന് മാറി നിൽക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ഫഇന്നി അറുദ്ദു ഇലൈക ജിവാറക്, നിന്റെ സംരക്ഷണം ഞാനിതാ നിനക്ക് തന്നെ തിരിച്ചു തരുന്നു. വഅർദാ ബിജിവാരില്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാവൽ, അവന്റെ സംരക്ഷണം, അതിൽ ഞാൻ തൃപ്തിപ്പെടുന്നു. അദ്ദേഹം അവിടെ ഒരു പ്രത്യേക ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം അത് പരസ്യമാക്കുക എന്നുള്ളത്, ആ പ്രബോധനം, അതിലൂടെയുള്ള പ്രബോധനം നിർത്തിവെക്കുക എന്നുള്ളത് അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹം ആ ജിവാർ, ആ സംരക്ഷണം, ആ കരാറ് തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ദീനിലുള്ള ഇസ്സത്ത് നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു സംഭവമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയാണ്. അദ്ദേഹം ഖലീഫയായത് എല്ലാ സ്വഹാബികളുടെയും ഇജ്മാഅോടുകൂടിയും ഇത്തിഫാഖോടുകൂടിയുമാണ്. എല്ലാ സ്വഹാബികളുടെയും തൃപ്തിയോടും അനുമതിയോടും ഏകോപനത്തോടു കൂടിയുമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായത്. അല്ലാതെ റാഫിദികൾ, ഷിയാക്കൾ പറഞ്ഞതുപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണം പിടിച്ചെടുത്തതല്ല. ഇത് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് അടുത്ത ഖലീഫ എന്നതിനുള്ള ഒരുപാട് സൂചനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയായി കിടക്കുമ്പോൾ ആരോടാണ് ഇമാമത്ത് നിൽക്കാൻ കൽപ്പിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ്. ഇമാമത്ത് നിൽക്കാൻ ഖുർആനിൽ ഇൽമുള്ള മറ്റ് സ്വഹാബികൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഖുർആനിൽ ഇൽമുള്ള മറ്റു സ്വഹാബികൾ നിലവിലുണ്ട്. എന്നിട്ടും ഇമാമത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മുന്തിച്ചതിലൂടെ അടുത്ത ഖലീഫ അബൂബക്കർ ആണ് എന്നതിനുള്ള സൂചനയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കാൻ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ തെളിപിടിച്ച ഒരു സംഭവമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു സ്ത്രീ വന്നുകൊണ്ട് ഒരു കാര്യം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅമറഹ അൻ തർജിഅ ഇലൈഹി, മറ്റൊരു സന്ദർഭത്തിൽ തിരിച്ചു വരാൻ വേണ്ടി ആ പെണ്ണിനോട് കൽപ്പിച്ചു എന്നാണ്. അപ്പൊ ആ പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ ജിഇതു ഫലം അജിദ്ക, റസൂലേ ഞാൻ മറ്റൊരിക്കൽ വരികയും താങ്കളെ കണ്ടില്ല എങ്കിൽ, താങ്കൾ അപ്പോൾ വഫാത്തായിട്ടുണ്ട് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അബീ ബക്രിൻ, അബൂബക്കറിന്റെ അരികിലേക്ക് വരിക. കഅന്നഹ തഅനി അൽ മൗത്ത് ഫഇൻ ലം തജിദീനി ഫഅതി അബാ ബക്രിൻ, എന്നെ കണ്ടിട്ടില്ല എങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അടുക്കിലേക്ക് വരാനാ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ സൂചന കൊടുത്തതിനുള്ള തെളിവുകളാണ് ഇതെല്ലാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതായി കാണാം, ബൽ നുബായിഉക അൻത, അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ എല്ലാ സ്വഹാബികളും താങ്കൾക്ക് മാത്രമേ ബൈഅത്ത് നൽകുകയുള്ളൂ. കാരണം അൻത സയ്യിദുനാ വ ഖൈറുന, താങ്കൾ ഞങ്ങളുടെ സയ്യിദാണ്, ഞങ്ങളിലെ ഏറ്റവും ഖൈറായവരാണ്. വ അഹബ്ബുനാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും താങ്കളെയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകാണിത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഒരിക്കലും സ്വയം ഖലീഫയാകാൻ, അങ്ങനെ ഖലീഫ പദവി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കലും ആഗ്രഹിക്കുകയോ കൊതിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു മനസ്സിന്റെ ഉള്ളിൽ ഭയമായിരുന്നു. ഈ വലിയ ഉത്തരവാദിത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ആ ഒരു പദവി ഏറ്റെടുക്കുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്തമാണ്. അതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടും, മസ്ഊലാണ് എന്ന ഭയം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. അത് പലപ്പോഴും ഖിലാഫത്ത് ഏറ്റെടുക്കുന്നതിന് മുമ്പ് സ്വഹാബികളോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും.
അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് എന്നുള്ളത് സ്വഹാബത്തിന്റെ ഇജ്മാഅ് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് 2 കൊല്ലവും 4 മാസമായിരുന്നു. വളരെ ചുരുങ്ങിയ കൊല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് 2 കൊല്ലവും 4 മാസമാണ്. ഈ ചുരുങ്ങിയ ഭരണകാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഖിലാഫത്ത്, ആ ഭരണം എന്നുള്ളത് ഒരു അത്ഭുതമായിരുന്നു. ഒരുപാട് നമുക്ക് കാണുവാൻ സാധിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഒരുപാട് സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരുന്നു. എല്ലാ നന്മകളുടെയും സവിശേഷതകൾ, സ്വഭാവ ഗുണങ്ങൾ, മൂല്യങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ ധൈര്യവാനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതി ആ സ്വഭാവത്തിന് നേർവിപരീതാണെന്ന് പറയുന്നു പണ്ഡിതന്മാർ. അബൂബക്കർ റളിയല്ലാഹു അൻഹു നന്നായി മെലിഞ്ഞ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഉയരത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് വലിയ ഉയരമുള്ള ആളുമല്ല, എന്നാൽ പറ്റ ചെറിയ ആളുമല്ല, മിതമായ ഉയരാണ്. തീരെ തടിയില്ലാത്ത, നെറ്റി ഉന്തിയ, വെളുത്ത ശരീരപ്രകൃതിയായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുണ്ടെടുത്തു കഴിഞ്ഞാൽ ശരിക്ക് ശരീരത്തിൽ നിൽക്കില്ല. ശരീരത്തിൽ മാംസമില്ലാത്തത് കൊണ്ട് തന്നെ മുണ്ടെടുത്തു കഴിഞ്ഞാൽ ശരിക്കും നിൽക്കാറുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിര്യാണിക്ക് താഴെ വസ്ത്രം പോയി കഴിഞ്ഞാൽ, ഹദീസ് നമ്മൾ കേട്ടതാണ്, നരകത്തിലാണ്, അള്ളാഹു നോക്കുകയില്ല എന്നങ്ങനെ ഹദീസുകൾ പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പരാതിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് വന്നു. അള്ളാഹിന്റെ റസൂലെ, എന്റെ ശരീരത്തിൽ തുണി നിൽക്കുക, അതുകൊണ്ട് അറിയാതെ തുണി താഴേട്ട് ഇറങ്ങിപ്പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുഴപ്പമില്ല എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ ശരീരപ്രകൃതി കൊണ്ട് ഇങ്ങനെയാണെങ്കിലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് വളരെ വലിയ ധൈര്യം ഉണ്ടായിരുന്നു. ഇത്രയും മെലിഞ്ഞ, തടിയില്ലാത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ ഷാമിനെയും ഇറാഖിനെയും വിറപ്പിക്കുകയും അതെല്ലാം ഇസ്ലാമിന്റെ കൊടക്കീഴിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. ഈ മെലിഞ്ഞ, തടിയില്ലാത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ മുർത്തദ്ദുകളായി പോയ ആളുകളുമായി പോരാടുകയും അവരെ വരച്ച വരയിൽ നിർത്തുകയും ചെയ്തത്. തടില്ലാത്ത മനുഷ്യനാണെങ്കിലും ധൈര്യത്തിനും സാമർത്ഥ്യത്തിനും അദ്ദേഹത്തിന്റെ ഇസ്സത്തിനും ഒരു കുറവുണ്ടായിരുന്നില്ല എന്നാണ്. ഒരുപാട് നന്മകൾ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ, ആരാണ് ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ നോമ്പുകാരനായി നേരം പുലർന്നത്? ഖാല അബൂബക്രിൻ അന. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനുണ്ട്. ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഇന്നാരാണ് ഒരു ജനാസയെ നിങ്ങളുടെ കൂട്ടത്തിൽ അനുഗമിച്ചത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനുണ്ട്. ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണെന്ന് ഒരു മിസ്കീനിനെ ഭക്ഷണം കൊടുത്തത്? ഖാല അബൂബക്രിൻ അന. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനുണ്ട്. ഫമൻ ആദ മിൻകുമുൽ യൗമ മരീദൻ, ആരാണ് ഇന്നൊരു മരീദിനെ, ഒരു രോഗിയെ സന്ദർശിച്ചത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മജ്തമഅന ഫി ഇംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ 5 കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ആരിലാണോ ഒന്നിച്ചത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്നാണ്. അദ്ദേഹം ഒരു ദിവസം രോഗിയെ സന്ദർശിച്ചു. ആ ദിവസം തന്നെ മിസ്കീനിന് ഭക്ഷണം കൊടുത്തു. അതുപോലെ തന്നെ ജനാസ അതിനെ അനുഗമിച്ചു. ഇതോടൊപ്പം അദ്ദേഹം നോമ്പുകാരനായിരുന്നു. ഇങ്ങനെ ഒരാളിൽ ഒരുമിച്ചു കൂടിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ്. അപ്പൊ ഇത് നോക്കൂ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ് എന്നറിയിക്കുന്നത് ഒരു സൂചനയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അൽ-അശറത്തുൽ മുബശ്ശറൂന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളിൽ ഒന്നാമത്തെ സ്വഹാബിയാണ് ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് അബൂബക്രിൻ ഫിൽ ജന്ന വഉമറു ഫിൽ ജന്ന വഉസ്മാനു ഫിൽ ജന്ന വഅലിയുൻ ഫിൽ ജന്ന, അങ്ങനെ 10 സ്വഹാബികൾ പേരെടുത്തു പറഞ്ഞവരൊക്കെ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം പേര് പറഞ്ഞത് ആരുടെ പേരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പറഞ്ഞതാണ്. അതല്ലാത്ത സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള സൂചനകൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ് എന്ന സൂചനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു സഹാബിയുണ്ട്. ഒരാൾ വന്ന് വാതിൽ മുട്ടി. അങ്ങനെ ഈ സഹാബി വാതിൽ തുറന്നു നോക്കിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വ്യക്തി വന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കർ വന്ന അനുമതി ചോദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ ലഹു ഫബശ്ശിർഹു ബിൽ ജന്ന. അബൂബക്കറിന് അനുമതി കൊടുക്കുക, സ്വർഗ്ഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യും. അതിനുശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ പറഞ്ഞു, അനുമതി കൊടുക്കുക, സ്വർഗ്ഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുക. അപ്പൊ പല സന്ദർഭങ്ങളിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അദ്ദേഹത്തിന്റെ ഹൃദയം വളരെ ലോലമായ ഹൃദയമായിരുന്നു. പെട്ടെന്ന് കരയുന്ന, അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ച് ഖുർആൻ ഓതി കരയുന്ന വളരെ ലോലമായ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സഹാബികൾ പറഞ്ഞതായി കാണാം, കാന അബൂബക്രിൻ റജുലുൻ ബക്കാഅൻ ലാ യംലികു ദംഅഹു ഹീന യഖറഉൽ ഖുർആൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ധാരാളമായി കരയുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു. വിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്താൽ അദ്ദേഹത്തിന്റെ കരച്ചിൽ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ സാധിക്കാറില്ലായിരുന്നു എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രോഗിയായി കിടക്കുന്ന സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് കൽപ്പിക്കുന്നുണ്ട്, മുറു അബൂബക്രിൻ ഫൽയുസല്ലി ബിന്നാസ്. അബൂബക്കറിനോട് കൽപ്പിക്ക് ജനങ്ങൾക്ക് ഇമാമായി നിന്ന് നിസ്കരിക്കാൻ. ആയിഷ റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ താങ്കളുടെ സ്ഥാനത്ത് അദ്ദേഹം ഇമാമത്ത് നിന്നാൽ അദ്ദേഹത്തിന് നിസ്കാരം പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല, അദ്ദേഹത്തിന് കരച്ചിൽ വരും. ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിൽ വളരെയധികം അറിയപ്പെട്ട കാര്യമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കരച്ചിലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കരച്ചിലും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. രണ്ടുപേരും സ്ഥിരമായി ഖുർആൻ ഓതി രാത്രി നിസ്കരിച്ച് കരയാറുള്ളത് കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇവർ രണ്ടുപേരുടെയും കരച്ചിൽ വേർതിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. സ്വഹാബികളിൽ ഉണ്ടായിരുന്ന, പ്രത്യേകിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ ഉണ്ടായിരുന്ന വളരെ മഹനീയമായ ഒരു ഗുണമാണ് ഖുർആൻ ഓതി കരയുക എന്നുള്ളത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു ദാഇയായിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ പരിശ്രമിച്ച് ജനങ്ങളെ പിന്നെ ദീനിലേക്ക് ക്ഷണിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളെയെല്ലാം ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു എന്നാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖതീബായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും ആദ്യം ഇസ്ലാമിന്റെ പരസ്യ പ്രബോധനം ആരംഭിക്കുന്നതിന്റെ ആ ഒരു സന്ദർഭത്തിൽ ഏറ്റവും ആദ്യം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അതിഗംഭീരമായ പ്രൗഢമായ ഒരു പ്രസംഗം അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഇരുന്ന് കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന്. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ ദഅവത്ത് മൂലം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ദഅവത്ത് കൊണ്ട് നമുക്കറിയാം 10 സ്വഹാബികൾ, അൽ അശറത്തുൽ മുബശ്ശറൂന ബിൽ ജന്നയിൽ ഭൂരിഭാഗ സ്വഹാബികളും, ആ 10 സ്വഹാബികളിൽ പകുതിയോളം സ്വഹാബികൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്ത് കാരണമാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് കഴിഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്ത് കാരണത്താലാണ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അസ്സുബൈർ ഇബ്നുൽ അവ്വാം, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ, സഅദ് ഇബ്നു അബി വഖാസ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പോലെയുള്ള പ്രമുഖരായ സ്വഹാബികളെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്ത് കാരണത്താലാണ്. അതുപോലെ തന്നെ അർഖം റളിയല്ലാഹു അൻഹു, നമുക്കറിയാം ഇസ്ലാമിന്റെ ഏറ്റവും ആദ്യത്തെ മദ്രസ, ഏറ്റവും ആദ്യത്തെ മർക്കസ്
ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തുടങ്ങിയത് ഈ അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്നാണ്. ദാറുൽ അർഖം എന്നറിയപ്പെട്ട അദ്ദേഹത്തിന്റെ വീട്. ആ ഇസ്ലാം പഠിപ്പിക്കുന്നതിന് വേണ്ടി ആ വീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സ്വഹാബി ഒഴിഞ്ഞു കൊടുക്കുകയായിരുന്നു. ആ സ്വഹാബിക്ക് വെറും 16 വയസ്സ് മാത്രമാണ് പ്രായം ഉണ്ടായിരുന്നത്. ആ സ്വഹാബിയുടെ അർഖം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണവും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിലൂടെയായിരുന്നു. ഇത്തരം സ്വഹാബിമാർക്കെല്ലാം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം പറഞ്ഞു കൊടുക്കും. അവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് പോകും, ഖുർആൻ ഓതി കേൾപ്പിക്കും, ഇസ്ലാമിന്റെ വിവിധങ്ങളായ നന്മകൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു സ്വഭാവം, അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളമായി ചെലവഴിക്കുന്ന ഒരു ജവാദായിരുന്നു. അദ്ദേഹത്തിന്റെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൈയടിച്ച് ചെലവഴിച്ചിരുന്നു. അദ്ദേഹം ജാഹിലിയ്യത്തിൽ തന്നെ അറിയപ്പെട്ട കച്ചവടക്കാരനായിരുന്നു. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ജാഹിലിയ്യത്തിൽ വസ്ത്രക്കച്ചവടം ആയിരുന്നു എന്നാണ്. ഷാമിലേക്ക് പോയി കച്ചവടം ചെയ്തു വലിയ ലാഭങ്ങളുമായി അദ്ദേഹം തിരിച്ചു വരാറുണ്ടായിരുന്നു. വലിയ സമ്പന്നനായിരുന്നു. ആ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളമായി അദ്ദേഹം ചെലവഴിച്ചിരുന്നു. ഉർവത്ത് ഇബ്നു സുബൈർ അദ്ദേഹം പറയാണ്, അസ്ലമ അബൂബക്രിൻ യൗമ അസ്ലമ വലഹു 40,000 ദീനാർ. അബൂബക്കർ റളിയല്ലാഹു അൻഹു മുസ്ലിമായപ്പോൾ ആ മുസ്ലിമായ ദിവസം 40,000 ദീനാറുകൾ സ്വർണ്ണ നാണയങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുണ്ടായിരുന്നു എന്നാണ്. ആ സമ്പത്തെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. കച്ചവടത്തിൽ അദ്ദേഹം നല്ല മാന്യത കൈമുതലാക്കിയ ഒരു സ്വഹാബിയായിരുന്നു. പുഞ്ചിരിക്കുന്ന, അതുപോലെ തന്നെ ഇടപാടുകളിൽ സത്യസന്ധതയും അതുപോലെ തന്നെ മാന്യതയും കാട്ടിയിരുന്ന ആളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കച്ചവട മേഖലയിൽ കൂടെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിനെ ആകർഷിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇത് ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായ കാര്യമാണ്. കച്ചവടത്തിൽ അദ്ദേഹത്തിന്റെ മാന്യത കണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ആകൃഷ്ടരായി പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം, മാ നഫഅനി മാലു അഹദിൻ മാ നഫഅനി മാലു അബീ ബക്കർ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉപകാരപ്പെടുക എന്ന് പറഞ്ഞാൽ ദീനിന്, ഇസ്ലാമിന് ഉപകാരപ്പെട്ടതുപോലെ വേറൊരാളുടെ സമ്പത്തും ഉപകാരപ്പെട്ടിട്ടില്ല എന്ന്. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ദീനിനും ജിഹാദിനും വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സമ്പത്ത് ചെലവഴിച്ചു വരുന്നതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രധാനമായും സമ്പത്ത് ചെലവഴിച്ചിരുന്ന ഒരു മേഖല ജിഹാദിന്റെ മേഖലയായിരുന്നു. അതുപോലെ തന്നെ ദുർബലരായ അടിമകളായിരുന്ന സ്വഹാബികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയും പ്രധാനമായും അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സമ്പത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. അത് ഇസ്ലാമിന് അദ്ദേഹം നൽകിയ വലിയ സേവനമായി അറിയപ്പെട്ട കാര്യമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടമുള്ള സഹാബിയായിരുന്നു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കണം, യാ റസൂലല്ലാഹ് അയ്യുർ റിജാലി അഹബ്ബു ഇലൈക്. ഈ ഒരു ഹദീസ് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സഹാബികളെയും ഒരുപോലെയാണ് സ്നേഹിച്ചത്. ഏത് സഹാബിയാകട്ടെ ആ സഹാബികളെല്ലാം വിചാരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നോടാണ് എന്നാണ്. ആ അർത്ഥത്തിലാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ റസൂലെ അങ്ങേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ് എന്ന് ചോദിക്കുമ്പോൾ എന്റെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് കേൾക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പെരുമാറിയത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മറ്റു ചില റിവായത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേര് പറയുന്നുണ്ട്. അപ്പോൾ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആരെയാണ് എന്ന് ചോദിക്കുമ്പോൾ അബൂഹ, അവളുടെ വാപ്പാനെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞതായി കാണാം, ലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ലത്തഖദ്തു അബൂബക്കറിൻ ഖലീല. ഞാനൊരു ഖലീലിനെ തെരഞ്ഞെടുക്കുമായിരുന്നെങ്കിൽ അബൂബക്കറിനെ ഖലീലായി തെരഞ്ഞെടുക്കുമായിരുന്നു. വലാകിന്നഹു അഖീ വസാഹിബി, അബൂബക്കർ എന്റെ സഹോദരനാണ്, വസാഹിബി എന്റെ കൂട്ടുകാരനാണ്. വഖദ് ഇത്തഖദ അല്ലാഹു അസ്സ വജല്ല സാഹിബക്കും ഖലീല, നിങ്ങളുടെ സാഹിബായ എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലായി തെരഞ്ഞെടുത്തിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഹിബായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞിട്ടുണ്ട്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹു അല്ലാഹു ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സാഹിബിനോട് പറഞ്ഞ സന്ദർഭം, ലാ തഹ്സൻ, ഭയപ്പെടേണ്ടതില്ല, ഇന്നല്ലാഹ മഅന, അല്ലാഹു ഞങ്ങളോടൊപ്പമുണ്ട്. അപ്പൊ ഇവിടെ സാഹിബ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അൻത സാഹിബി അലൽ ഹൗദി വസാഹിബി ഫിൽ ഗാർ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്, അബൂബക്കർ താങ്കൾ ഗുഹയിൽ ഹിജ്റക്ക് പോയപ്പോൾ സൗർ ഗുഹയിൽ ഇരുന്നില്ലേ, ആ സൗർ ഗുഹയിലെ സാഹിബാണ് താങ്കൾ, ഹൗദിലും താങ്കൾ എന്റെ സാഹിബാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. ഹിജ്റക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹിജ്റ ചെയ്യുന്നതിനു വേണ്ടി സ്വാഹിബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഹിജ്റക്ക് പോകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്നു. അത് നിശ്ചിതമായൊരു സമയം ഉണ്ടായിരുന്നു എന്നാണ്. ഒന്നല്ലെങ്കിൽ അതിരാവിലെ, അതല്ലെങ്കിൽ വൈകുന്നേരം. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോകാറുള്ളത്. അങ്ങനെ ഇടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഹിജ്റക്ക് അനുമതി ലഭിക്കാനായിട്ടുണ്ട്, ഒരു സാഹിബിനെ വേണം, ഒരാളെ കൂടെ കൂട്ടണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു, ആ സാഹിബ് ഞാനായിരുന്നെങ്കിൽ, ആ സാഹിബ് ഞാനാകും എന്ന പ്രതീക്ഷയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു സകല സജ്ജീകരണങ്ങളും ഹിജ്റക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പതിവ് തെറ്റിയൊരു സമയത്ത് വരികയാണ്. പെട്ടെന്ന് വന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബൂബക്കർ ഒരു കാര്യം പറയാനുണ്ട്, വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തു പോകാൻ പറയണം. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഇവിടെ ആരുടെ, ഇവിടെ ഉള്ളവരൊക്കെ നിങ്ങളെ ആളുകളാണ് എന്നുള്ളത് ആയിഷയാണ്, പിന്നെ അസ്മാ റളിയല്ലാഹു അൻഹയാണ്, അതുകൊണ്ട് താങ്കൾക്ക് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ അരികിൽ നിന്ന് ഹിജ്റക്കുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്, താങ്കളാണ് എന്റെ സാഹിബ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് കരഞ്ഞു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം. ഒരാൾ സന്തോഷം കൊണ്ട് കരയുന്നത് ആദ്യമായിട്ട് ഞാൻ അന്നാണ് കാണുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ, ഹിജ്റക്കുള്ള സകല സജ്ജീകരണങ്ങളും ഞാൻ നടത്തി കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് പോകാനുള്ള 2 ഒട്ടകങ്ങൾ റെഡിയാണ്. അതുപോലെ തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും തമ്പടിക്കുമ്പോൾ മക്കയിൽ പകല് കാലങ്ങളിൽ ഖുറൈശികൾക്കിടയിൽ നടന്ന് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് നമ്മുടെ അരികിലേക്ക് എത്തിക്കാൻ എന്റെ മകൻ അബ്ദുറഹ്മാനെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മരുഭൂമിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര ചെയ്ത കാലടിപ്പാടുകൾ മായ്ച്ചു കളയുവാൻ ഞാൻ എന്റെ ഭൃത്യനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മൾ ഗുഹയിൽ താമസിക്കുമ്പോൾ ഭക്ഷണങ്ങളുമായി വരാൻ അസ്മായിനോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. സകല സജ്ജീകരണങ്ങളും ഒരുക്കി അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി യാത്ര പുറപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ എല്ലാ നിലക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതുകൊണ്ട് ഉപകാരം ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സമ്പത്ത് ഉപകാരപ്പെട്ടൊരു സന്ദർഭമാണ് തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭം. നമുക്കറിയാം, വല്ലാത്ത പട്ടിണിയും പരിവട്ടവും പ്രയാസവും ഉണ്ടായിരുന്ന ഈ ഒരു യുദ്ധമാണ്. ജയ്ഷുൽ ഉസ്റ, പ്രയാസത്തിന്റെ സംഘം എന്നറിയപ്പെട്ട ഒരു കാലഘട്ടം.
ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോടെല്ലാം സ്വതക്കക്ക് വേണ്ടി അങ്ങേയറ്റം പ്രേരിപ്പിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ എപ്പോഴെങ്കിലും സ്വതക്കയുടെ കാര്യത്തിൽ, നന്മയുടെ കാര്യത്തിൽ കടത്തി വെട്ടണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിചാരിച്ചു, ഇത് തന്നെ സാഹചര്യം, ഈ സാഹചര്യത്തിലെങ്കിലും അബൂബക്കറിനെ ഞാൻ കടത്തി വെട്ടിയിരിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് സമ്പത്തെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമർ, വീട്ടിൽ എന്താ ബാക്കിയുള്ളത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഇതിന്റെ പകുതിയുള്ളവിടെ, പകുതിയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പോയി സമ്പത്ത് കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വെച്ചു. ഉമർ റളിയല്ലാഹു അൻഹു നോക്കിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ കുറച്ചാണുള്ളത്. ഇത്തവണയെങ്കിലും അബൂബക്കറിനെ വെട്ടിച്ചു എന്നൊരു സമാധാനപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂബക്കർ, വീട്ടിലെന്താണുള്ളത്? അല്ലാഹു വ റസൂലു, അള്ളയും റസൂലും മാത്രമാണ് ബാക്കിയുള്ളത്, വീട്ടിലൊന്നുമില്ല, റസൂൽ ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അള്ളാന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ യുദ്ധത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അബൂബക്കർ റളിയല്ലാഹു ഉണ്ടായി. അദ്ദേഹത്തിന്റെ ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, ജിഹാദിലേർപ്പെട്ട് ക്ഷമിച്ച് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് എല്ലാ യുദ്ധത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാൻ വിട്ടുപോയൊരു കാര്യം, ജാഹിലിയ്യത്തിൽ തന്നെ ഫിത്രത്ത് കാത്തു സൂക്ഷിച്ചൊരു സഹാബിയായിരുന്നു അദ്ദേഹം. ജാഹിലിയ്യത്തിൽ അദ്ദേഹം മദ്യപിച്ചിട്ടില്ല, പലിശ തിന്നിട്ടില്ല, ഒരു വിഗ്രഹത്തിന് മുന്നിലും ആരാധനകളുമായി കുനിഞ്ഞിട്ടില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ അബൂ ഖുഹാഫ അദ്ദേഹത്തിന് മാത്രം ആരാധിക്കാൻ ഒരു കുഞ്ഞു വിഗ്രഹത്തിന് ഉണ്ടാക്കി കൊടുത്തു എന്നാണ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ ശുദ്ധപ്രകൃതിയിൽ നിന്ന് മനസ്സിലാക്കി ഈ വിഗ്രഹത്തിന് ദോഷം ചെയ്യാനോ ഗുണം ചെയ്യാനോ സാധിക്കുകയില്ല. വിശന്നപ്പോൾ, ദാഹിച്ചപ്പോൾ ഈ വിഗ്രഹത്തിനോട് ചോദിച്ചു, വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, എന്തെങ്കിലും കൊണ്ടാ? ഇത് തരുന്നത് കാണാനില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിനെ എറിഞ്ഞുടച്ചു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ജാഹിലിയ്യത്തിന്റെ ഒരു കറകളും തന്നെ ബാധിക്കാത്ത സ്വഹാബിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടപ്പോൾ അദ്ദേഹം കാണിച്ച സ്ഥൈര്യം. നമുക്കറിയാം, അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത്രത്തോളം ആത്മബന്ധം ഉണ്ടായിരുന്ന സ്വഹാബിയാണ്, സ്വാഹിബാണ്, സ്വന്തം സഹോദരനാണ്, ഖലീലാണ്. അദ്ദേഹത്തിന്റെ മനസ്സാകട്ടെ വളരെ ലോലവുമാണ്. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അവസ്ഥ വെച്ച് അദ്ദേഹവും റസൂലുമായുള്ള ബന്ധവും പരിഗണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണ സന്ദർഭത്തിൽ പതറേണ്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. പക്ഷേ സ്വഹാബികൾ എല്ലാവരും ആശങ്കയിൽ നിന്ന സന്ദർഭത്തിൽ സ്ഥൈര്യത്തോടുകൂടി പിടിച്ചു നിന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഏറ്റവും ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും പതറി. അദ്ദേഹം പോലും നിയന്ത്രണം വിട്ടു. അദ്ദേഹം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് അംഗീകരിക്കാത്ത, അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരവസ്ഥയിലെത്തി. ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട് പിടിച്ചു നിന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്ഥലത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗത്തിന് കുറച്ച് ആശ്വാസമുണ്ട് എന്ന് മനസ്സിലാക്കി അബൂബക്കർ റളിയല്ലാഹു അൻഹു കുറച്ചു ദൂരേക്ക് പോയതാണ്, കച്ചവടവുമായി, ആവശ്യത്തിനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവിവരം അറിഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു. അതിനു മുമ്പ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി മരിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മുനാഫിഖുകളാണ് അത് പറഞ്ഞുണ്ടാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയക്കത്തിലാണ്, അവിടുന്ന് ബോധരഹിതനായിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു എന്ന് പറഞ്ഞ മുനാഫിഖുകളെ അവിടുന്ന് നശിപ്പിക്കും. ഏതെങ്കിലും മുനാഫിഖിന് എന്റെ റസൂൽ മരിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കുന്ന വാളിങ്ങനെ ഊരിപ്പിടിച്ചിട്ട് പറയാൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുറിയിൽ ഒരു വെള്ള പുതപ്പ് പുതപ്പിച്ച് കിടത്തിയിരിക്കുകയാണ്. ആ പുതപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തു നിന്ന് മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റി കയ്യിലെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചുംബിച്ചു. യാ ഖലീല,
യാ നബിയ യാ റസൂല എന്നിങ്ങനെ പറഞ്ഞ് 1-2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചുംബിച്ചു. എന്നിട്ട് ജനങ്ങളിലേക്ക് പുറത്തിറങ്ങുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ അവസ്ഥയാണ് കാണുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് 1-2 പ്രാവശ്യം പറഞ്ഞു, ഇരിക്ക്, ഞാൻ പറഞ്ഞുതരാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉൾക്കൊള്ളാനാകാതെ നിൽക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് മുന്നിൽ തിരിഞ്ഞു നിന്ന് ഹംദും സ്വലാത്തും പറഞ്ഞിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കുന്നത്, ഇബാദത്ത് ചെയ്യുന്നത്, ആ മുഹമ്മദ് ഇതാ മരണപ്പെട്ടിരിക്കുന്നു. വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ആരാണോ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും മരണമില്ലാത്തവരുമാണ്. എന്നിട്ട് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ എന്നിങ്ങനെയുള്ള ആയത്തുകൾ പാരായണം ചെയ്തു. സ്വഹാബികളെല്ലാരും ആശങ്കയിൽ നിൽക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ല എന്ന്. മറ്റു ചിലർ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. ആ സന്ദർഭത്തിൽ സ്ഥൈര്യത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം സ്ഥിരീകരിച്ച് സ്വഹാബികളുടെ ആ ആശയക്കുഴപ്പം നീക്കിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തിന്റെ 2.5 വർഷം നീണ്ടു നിൽക്കുന്ന ആ ചുരുങ്ങിയ ഭരണകാലഘട്ടത്തിൽ ഫുതൂഹാത്തു ഷാമി വൽ ഇറാഖ് എന്നറിയപ്പെടുന്ന വിജയങ്ങൾ, ഷാമും ഇറാഖും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിലായിരുന്നു. മുർത്തദ്ദുകളുമായി ബന്ധപ്പെട്ട ആ സംഭവം നമുക്കറിയാം. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ സംഭവിച്ചു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ദുർബലരായ അടിമകളായ സ്വഹാബികളെ മോചിപ്പിക്കുകയും അവർക്ക് സഹായം ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വളരെ വലിയ സമ്പന്നനായിരുന്നു എങ്കിലും അദ്ദേഹം മരണപ്പെടുന്ന സന്ദർഭത്തിൽ 1 ദീനാറോ 1 ദിർഹമോ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഇസ്ലാമിക ഗവൺമെന്റിൽ നിന്ന് അദ്ദേഹം കൈപ്പറ്റിയ കാര്യങ്ങളെല്ലാം മരണസന്ദർഭത്തിൽ ബൈത്തുൽ മാലിലേക്ക് അദ്ദേഹം തിരിച്ചു കൊടുക്കുകയായിരുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ 40,000 ദീനാറുകൾ സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ മരണപ്പെടുന്ന സന്ദർഭത്തിൽ 1 ദീനാറോ 1 ദിർഹമോ അദ്ദേഹത്തിന്റെ പക്കലില്ലായിരുന്നു. എല്ലാം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ പ്രായത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടത് 63 വയസ്സിലാണ് എങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത് 63 വയസ്സിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടത് തിങ്കളാഴ്ച ദിവസമാണ്. അതേ തിങ്കളാഴ്ച ദിവസമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുറിയിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയിട്ടുള്ളത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സയ്യിദാ കുഹൂലി അഹ്ലിൽ ജന്ന മിനൽ അവ്വലീന വൽ ആഖിരീൻ. ആദ്യകാലക്കാരിൽപ്പെട്ട അവസാനകാലക്കാരിൽപ്പെട്ട സ്വർഗത്തിലെ മധ്യവയസ്കന്മാരുടെ യുവത്വത്തിൽ നിന്ന് കടന്ന് എന്നാൽ വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടില്ല, ആ പ്രായമുള്ള ആളുകളുടെ സ്വർഗത്തിലെ നേതാക്കളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ചരിത്രത്തിൽ ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട്. ഇത് കേവലം ഒരു കഥ കേട്ടു പോകുന്നതിനപ്പുറം ഇതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ നമ്മൾ സ്വീകരിക്കുക, സ്വഹാബത്തിനെ സ്നേഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം നമ്മൾ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഹാദാ വല്ലാഹു തആല അലാ വഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.